അവിടെ കാണുമ്പോൾ ദുബായിന്ന് ബിസ്ക്കറ്റ് അയക്കും. നിങ്ങൾ കുറെ ദിവസമായി കുത്തുവാക്ക് പറയുന്നു. അവള് പറഞ്ഞാണോ കുറ്റം? ഞാനൊന്നും പറയുന്നില്ല. നിങ്ങൾ അച്ഛനായി മോളായി. എനിക്ക് വേണ്ടി ആരും ജോലിക്ക് പോകണ്ട. ഇനി മര്യാദയ്ക്ക് പറയുന്നതനുസരിക്കും. ഈ കാലത്തൊരു ജോലി കിട്ടാനുള്ള പ്രയാസം നിനക്ക് അറിഞ്ഞുകൂടെ? ഇത് ബാലംപിള്ളയ്ക്ക് പിന്നെ നമ്മളോടുള്ള സ്നേഹം കൊണ്ട് ഏർപ്പാടാക്കിയതാ. അത് പാഴാക്കാതെ. എന്റെ രാധമേ, എനിക്ക് പരിചയമുള്ള സ്ഥലമായതുകൊണ്ട് പറയല്ല. അവിടെ ചെന്നാൽ നിനക്ക് ഒരു പ്രയാസവും ഉണ്ടാവില്ല. നീ ഒന്ന് ചെന്ന് നോക്ക്. പിന്നെ നിനക്ക് തിരിച്ചു വരണമെന്നേ തോന്നൂല. വാ, രാഹുകാലത്തിന് മുമ്പ് നമുക്ക് ഇറങ്ങാം. കാശ് ചോദിക്കുന്നു. ഇതെന്താ 5 ഉലുവയോ? അങ്ങോട്ട് വേണോ? തന്നെ ഞാൻ ശരിപ്പെടും. മാമൂല കാശൊന്നും കിട്ടിയില്ല. കിട്ടിയില്ലേ? ഞാനൊന്ന് പറഞ്ഞില്ലേ, അതുപോലെ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ എന്റെ ആളാ, എനിക്ക് വിശ്വാസമില്ലേ? അങ്ങോട്ട് പോയി ഉറക്കം ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ കണ്ണും മൂക്കും കാണത്തില്ല. അയാൾ അങ്ങോട്ട് പോയിട്ട് പോയാൽ മതി. നോമ്പ് ശരിക്കും ഉണ്ടോ? എന്തോ നോക്കണം കേട്ടോ. വരൂ. നമസ്കാരം മീരാമ്മ. ആര് ബാലംപിള്ളയോ? ഇതാരാത്? എനിക്ക് വേണ്ടപ്പെട്ടൊരു കുട്ടിയാ. ഇവക്കൊരു ജോലി കൊടുക്കണം. അതിനുകൊണ്ടൊന്നുക ഉപേക്ഷിക്കരുതേ. ശരി, ബാലംപിള്ളയുടെ ആളെന്ന് പറയുമ്പോ എനിക്ക് ഉപേക്ഷിക്കാൻ ഒക്കുവോ? കാര്യമായിട്ട് നോക്കണേ. ആദ്യമായിട്ടാ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്. ശല്യക്കാരിയൊന്നും അല്ലല്ലോ? ഏയ്, നല്ല മര്യാദക്കാരിയാ. ഇല്ലെങ്കിൽ ഞാനിവിടെ കൊണ്ടുവരുമോ? എന്താ പേര്? രാധ. രാധമ്മ എന്നാ ഞങ്ങളൊക്കെ വിളിക്കുന്നത്. ആ, എടി വാസന്തി, ഈ കുട്ടി അകത്തേക്ക് വിളിച്ചോണ്ടു. വരൂ, ഇവിടെ ഇങ്ങോട്ട് കൂടി. എടി കമലമ്മേ, നാശം. ഉറങ്ങാൻ കിടന്നാൽ തുണി പോയാലും അറിയില്ല. ഓ, അവ കൊണന്നിരുന്നാലും തുണി ഉടുക്കുന്ന ഇഷ്ടമല്ല. എവിടെയും മുടിഞ്ഞ ഉറക്കം കാരണമല്ലയോ കൂടെ കിടന്നവൻ അരയെ കിടന്ന് അരഞ്ഞാണ് ഓടിച്ചോണ്ട് പോയത്. ഇതെന്താ എല്ലാരും ഇങ്ങനെ പകല് കിടന്നുറങ്ങുന്നത്? ഇവിടത്തെ പണിയെല്ലാം രാത്രിയില്ല. എന്നെ കൊണ്ട് നാളെവിടെ? അയാൾ അപ്പോഴേ പോയല്ലോ. എന്തിനാ? എനിക്ക് വീട്ടിൽ പോണം. അത് കൊള്ളാം. അയാള് ചോദിച്ച നോട്ടെണ്ണി കൊടുത്തതേ നിന്നെ വീട്ടിലയക്കാനല്ല. ഉദ്യൊന്നും പറഞ്ഞ് അയാളെന്നെ കൊണ്ടുവന്നത് ദേശീയത്തിൽ വിൽക്കാനായിരുന്നു അല്ലേ? എടി, ഉദ്യോഗത്തിന് പോകുന്നവളുമാര് ഒരു മാസം ഉണ്ടാക്കുന്ന രൂപ നിനക്കിവിടെ ഒരു ദിവസം കൊണ്ടുണ്ടാക്കാം. മര്യാദയ്ക്ക് വീട്ടിൽ കൊണ്ട് വിടാനാ പറഞ്ഞത്. മര്യാദയ്ക്ക് അകത്ത് പോവാനാ പറഞ്ഞു. ഇല്ല, ഞാൻ പോവില്ല. നീ പോവില്ല അല്ലേ? നിന്നെ കൊണ്ട് പോവാൻ ഒക്കോ ഇല്ലോ ഞാൻ നോക്കട്ടെ. എന്റെ ക്യാരക്ടർ ശരിക്കും നീ മനസ്സിലാക്കിയിട്ടില്ല. പൊടിയകത്ത് 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 വീട്ടിൽ പോണോ അല്ലേ? അറിയുന്നോ ഒന്നോളെ ഞാൻ ആരാന്നാ നീ വിചാരിച്ചത്? നീ ശരിയാവുമെന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ. കഴിവറിയല്ലേ എന്നാലും നോക്കിയിരിക്കുന്നത്? പൊടിയകത്ത് അമ്മമ്മ വരെ ഞാൻ ശരിയാക്കും. ബ്രോക്കർ ബാലംപിള്ളയുടെ കൂടെ ഒരു പെണ്ണിങ്ങോട്ട് വരുന്നുണ്ടല്ലോ. അയ്യോ, അങ്ങനെ ആരും വന്നില്ലല്ലോ. ആരും വന്നില്ലേ? എടേ, എന്റെ സ്റ്റേഷൻ അതിർത്തിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അപ്പപ്പ ഞാൻ അറിയും. അതിനാടി ഞാൻ ശമ്പളവും വാങ്ങിച്ച് ഇൻസ്പെക്ടർ ആയിരിക്കുന്നത്. മനസ്സിലായോ? സത്യം പറ, ആരും വന്നില്ലേ? വന്നു യമാനെ. അവനെവിടെ? അയാൾ അപ്പോഴേ പോയി.
കൂടെ വന്ന പെണ്ണ് പറയടി. അകത്തുണ്ട്. ആ. സാറിനെ രക്ഷിക്കണം. അതിനല്ലേ ഞാൻ വന്നത്. അവരെന്നെ ഒരുപാട് ഉപദ്രവിച്ചു. എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം സാർ. നീ എന്തിനിവിടെ വന്നു? ജോലി വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നതാണ്. എന്നിട്ട് ഇവിടെ വന്നത്? വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് തിരിച്ചു പോകാൻ എന്നെ സമ്മതിച്ചില്ല. പോകണമെന്ന് പറഞ്ഞപ്പോ അവരെന്നെ തല്ലി ഈ മുറിയിലിട്ട് പൂട്ടി. എന്നെ നശിപ്പിക്കുന്നതിന് മുമ്പ് സാറിനെ രക്ഷിക്കണം. ഒരുപാട് അടിച്ചു അല്ലേ? സാധുക്കളെ രക്ഷിക്കേണ്ട സാറാണോ ഇങ്ങനെ? നിന്നെ കണ്ടപ്പോഴേ എനിക്കൊരാഗ്രഹം തോന്നി. എന്തായാലും നീ നശിക്കും. പിന്നെ ഞാനായാലെന്താ, വേറെ ആരായിരുന്നാലെന്താ? വെറുതെ കിടന്ന് ബഹളം കൂട്ടിയിട്ട് ഒരു പ്രയോജനവും ഇല്ല. നിനക്ക് ചാവണമെങ്കിൽ ഞാൻ കൊണ്ടുവരാവടി. ഞാനിവിടെ സമ്മതിക്കില്ലടി. അഹങ്കാരി. ഇവിടെ വരാതെ ഇവിടുത്തെ വിവരങ്ങളൊന്നും അറിയാതെ ചുമ്മാ അപരാധങ്ങളൊന്നും പറയാതെ. കേട്ടോടാ.
അതാണ് ആൺകുട്ടികൾ. ഇതേതാ ഒരു പുതുമുഖം? കഞ്ചാവടിച്ച കോഴിയെ പോലെ ഇരുന്ന് പരുങ്ങുന്നത് കണ്ടോ? കറക്റ്റ്, പയ്യൻസ് ഒരു പുതുമുഖമാണ്. അരങ്ങേറ്റം ഇവിടെ തന്നെ ആട്ടെന്ന് ഞങ്ങൾ കരുതി. അതിനെന്താ, നമുക്ക് തങ്കമണിയെ ഏൽപ്പിച്ചു കളയാം. അതെ അതെ, തങ്കമണിയാ പറ്റിയത്. ഇവന്റെ തന്തപടി പോറില്ല, ഒറ്റ മോന്. ഇവനെ ലേലട്ടിറക്കേണ്ടത് നമ്മുടെ പൊതു ആവശ്യമാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, തങ്കമണി വേണ്ട. കുഞ്ഞുങ്ങളും പേടിച്ചാലോ? രാധയാവുമ്പോ ഒരു കുഴപ്പമുണ്ടാവില്ല. അവളും അത്തരക്കാരിയാണല്ലോ. ബാബുഞ്ഞി പതുക്കെ സൂക്ഷിച്ച്. നിങ്ങൾ വെറുതെ ഇരുന്ന സമയം കളയണ്ട. ഇവിടുമാരൊക്കെ എവിടെ പോയി? രണ്ട് മാന്യന്മാര് വന്നിട്ട് എത്ര സമയമായി? ഓരോരുത്തരും വന്ന് വിളിച്ചിട്ട് പോവിനടി. ബാബുഞ്ഞി വരൂ, വരൂ, പേടിക്കാതെ വരൂ. എന്തിനാ ഇങ്ങനെ സുഖത്ത് വിളിക്കുന്നത്? വെറുതെ ഒരു ആദ്യമാണ് അല്ലേ? നല്ല കുടുംബത്തിൽ നല്ല അച്ഛനും അമ്മയ്ക്കും ജനിച്ച കുട്ടിയാണെന്ന് തോന്നുന്നു. ഇത്ര ചെറുപ്പത്തിലെ വേശ്യാലയത്തിൽ വന്ന് എന്തിനു ജീവിതം നശിപ്പിക്കുന്നു? അനിയ, എന്റെ സ്വന്തം സഹോദരനെ പോലെ കരുതി ഞാൻ പറയുകയാണ്. ഈ അഴുക്കുചാലിൽ വീണിട്ടുള്ളവരാരും പിന്നെ രക്ഷപ്പെട്ടിട്ടില്ല. ഇവിടെ പലരും വരുന്നു, പോകുന്നു. പ്രായഭേദമില്ല, ജാതിഭേദമില്ല. പണം കൊടുത്താൽ ഏത് പകരുന്ന രോഗമുള്ളവർക്കും ഇവിടെ പ്രവേശനമുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാശ് കൊടുത്ത് സുഖം വാങ്ങാം, നിമിഷ നേരത്തെ സുഖം. പക്ഷേ അതോടെ നിങ്ങളുടെ പഠിപ്പും ആരോഗ്യവും ഭാവിയുമാണ് തകരുന്നത്. വലുതാകുമ്പോൾ നിങ്ങളുടെ കുടുംബജീവിതം തന്നെ താറുമാറായി പോകും. ദയവ് ചെയ്ത് ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടൂ. രക്ഷപ്പെടാനുള്ള അവസാനത്തെ അവസരമാണിത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പോ നിങ്ങൾ എന്തിനൂടെ കഴിയുന്നു? കഴിയാൻ ആഗ്രഹിച്ചതല്ല, ചതിവിൽ വന്നുപെട്ടതാണ്. എന്നാൽ രക്ഷപ്പെടാൻ നോക്കാത്തത്? അന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല, ഇനി രക്ഷപ്പെട്ടും ഫലമില്ല. അരുത്, ഇനി വലിക്കരുത്. ഈ ചേച്ചി പറഞ്ഞാൽ അനുസരിക്കില്ലേ? ഞാൻ പോകുന്നു. ഇനി ഇതുപോലുള്ള മറ്റൊരിടത്തേക്കും ഈ കാലുകൾ ചലിക്കരുത്. മരിച്ചു ജീവിക്കുന്ന ഒരു എളിയ സഹോദരിയുടെ അപേക്ഷയാണിത്. ഹലോ മീനമ്മ, ഹൗ ആർ യു? ഹായ് പീറ്ററോ. എന്റെ കാമുകിമാരെല്ലാം അവിടെ. തങ്കി, വാസന്തി, ജൂലി, മൈ ഡിയർ. ആരെയും തഴയുന്ന പ്രശ്നമേ ഇല്ല. എന്നാ ഇതെല്ലാരും കൂടെ വീതിച്ചെടുത്തോ. ലോട്ടറി അടിച്ചോ? ലോട്ടറി അടിച്ചില്ല, ഒരു സൂട്ട് കേസ് അടിച്ചു. ജയന്തി ജനതാ എക്സ്പ്രസ് അതിവേഗം പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റ്. ഈ പെട്ടി എന്നെ നോക്കി ചിരിക്കുന്നു. ഉടമസ്ഥനെ എനിക്കറിയാം, 110 രൂപ പലിശ വാങ്ങിക്കുന്നവനാ. അയാള് ബാത്റൂമിൽ പോയതൊക്കെ നോക്കി ഞാൻ എവനെ അടിച്ചോണ്ടിഞ്ഞ് പോന്നു. ഈ പണം സമ്പാദിക്കാൻ പറ്റിയതല്ല. ബാക്കി നീ അമ്മയെ വെച്ചോ. പീറ്റർ, എന്റെ ക്യാരക്ടർ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളത് നീ മാത്രമാണ്. അതുകൊണ്ടാണല്ലോ പെട്ടിയോടെ തന്നത്. രാധമ്മ എന്ത് പറ്റി ഇവിടെ? എന്നെ ചതിച്ചു പീറ്റർ. എന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒന്ന് രക്ഷപ്പെടുത്താമോ? ശരി, ഞാൻ രക്ഷപ്പെടുത്താം. അവരറിയാൻ വിടില്ല. എന്നെ ഇവിടെ ആരും തടയില്ല. വേഗം തയ്യാറായിക്കൊള്ളൂ. അപ്പൊ
മീനമ്മ ആ വന്നോ. പിന്നെ ബാക്കിയെല്ലാം പറഞ്ഞതുപോലെ പോവാം. നീയാണടാ പീറ്റർ, നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. യാതൊന്നും വിഷമിക്കാതെ ഞാൻ ഉടനെ മടങ്ങി വരും. വന്നാൽ ഉടനെ ശരിയാക്കും. ആ ഉടനെ ഇങ്ങ് വരും. മജിസ്ട്രേറ്റ് നിന്റെ തന്തയല്ലേ? എന്റെ തന്തയ്ക്ക് പറയല്ലേ സാറേ, എന്റെ തന്ത മനുഷ്യട്ടല്ല, പാലത്തിങ്കൽ പൗലോസ. പിന്നെ ഞാനൊരല്പം പെശക. ദേഹം ഇളക്കല്ലേ സാർ. സാർ എന്നെ അറസ്റ്റ് ചെയ്യും, കോടതി ജയിലയക്കും. അവധി കഴിഞ്ഞ് വീണ്ടും പുറത്തു വരും, വീണ്ടും ഓടിക്കും. മോഷണത്തിന് വധശിക്ഷയൊന്നുമില്ലല്ലോ. നടക്കാം. കൊണ്ടുവന്നതെല്ലാം വീതിച്ച് തീർന്നുപോയി സാറേ. സാറിന് തരാനൊന്നുമില്ലല്ലോ. അടുത്ത പ്രാവശ്യം വരുമ്പോ 50-50. ഇതാണടാ പെട്ടി. അതെ, എടുക്കാം. ഈനമ്മയ്ക്ക് വിധിച്ചിട്ടില്ല. അടുത്ത പ്രാവശ്യത്തിൽ കൂടുതൽ നടക്കാം. നടക്കടാ. അവന്റെ ഞാൻ അടിക്കാം.